അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്ന് നോക്കുന്നത് 3-ാം ക്ലാസ്സിലെ അഖീദയിലെ 3-ാം പാഠമായ കിതാബുകൾ എന്ന പാഠമാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ എടുക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. കിതാബുകൾ. മനുഷ്യരായ നാം ഉത്തമരായ സൃഷ്ടികളാണല്ലോ. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഇഹപര വിജയമാണത്. അത് കരഗതമാകാൻ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. അവ നിർമ്മിച്ചു നൽകാൻ അധികാരമുള്ളത് സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണല്ലോ. അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ. അവയെല്ലാം അള്ളാഹുവിൻ്റെ കലാമാണെന്ന് നാം വിശ്വസിക്കണം. പ്രവാചകരിൽ കൂടിയാണ് അവ ലഭിച്ചത്. അതിൻ്റെ വിശദീകരണം നൽകിയതും അവരാണ്. 4 കിതാബുകളും 100 ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത്. അവയുടെ പേരുകളും എണ്ണവും അവ ഇറക്കപ്പെട്ട നബിമാരും ആരെല്ലാമാണെന്ന് നാം പഠിച്ചിട്ടുണ്ട്. 4 കിതാബുകളുടെ ഭാഷ നമുക്ക് പഠിക്കാം. തൗറാത്ത് ഇബ്രാനി, അതായത് ഹിബ്രു. സബൂർ യൂനാനി, അതായത് ഗ്രീക്ക്. ഇഞ്ചീൽ സുരിയാനി, അതായത് സിറിയക്. ഫുർഖാനുൽ അലീം അറബി. ഇനി തദ്രീബാത്ത് നോക്കാം. 1 ഉത്തരം പറയാം. 1 അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ എത്ര? 4. 2 നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകുന്നു? ഇഹപര വിജയം. 3 ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്? ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കൽ. 2 കണ്ടെത്താം. 1 ആദം നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ എത്ര? 10. 2 സബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു? ദാവൂദ് നബി അലൈഹിസ്സലാം. 3 ഷീസ് നബിക്ക് എത്ര ഏടുകൾ ഇറക്കപ്പെട്ടു? 50. 3 പട്ടിക പൂർത്തിയാക്കാം. നബി, കിതാബ്, ഭാഷ. മൂസ നബി അലൈഹിസ്സലാം, കിതാബ് തൗറാത്ത്, അതിൻ്റെ ഭാഷ ഇബ്രാനി, അതായത് ഹീബ്രു. ദാവൂദ് നബി അലൈഹിസ്സലാം, കിതാബ് സബൂർ, ഭാഷ യൂനാനി, ഗ്രീക്ക്. ഈസാ നബി അലൈഹിസ്സലാം, കിതാബ് ഇഞ്ചീൽ, അതിൻ്റെ ഭാഷ സുരിയാനി, അതായത് സിറിയക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കിതാബ് ഖുർആൻ ഷരീഫ്, ഭാഷ അറബി. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നാഫിയായ ഇൽമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.